അൻവർ സാദത്ത് എന്നാണ്. ഞാൻ ട്രാവൻകൂർ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ CTO ആണ്. കാപ്പി പ്രൊഡക്ഷൻസിൻ്റെ ഒരു ടെക്നോളജി പാർട്ട്ണറും കൂടിയാണ് ട്രാവൻകൂർ അനലിറ്റിക്സ്. അപ്പോൾ കാപ്പി പ്രൊഡക്ഷൻസ് ആദ്യമായിട്ട് ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മൂവിയിൽ നമുക്ക് മാക്സിമം ടെക്നോളജി യൂസ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ അകത്തും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ അകത്തും എക്സിക്യൂഷൻ്റെ അകത്തും ഒക്കെ എല്ലാം യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു മോട്ടിവേഷനായിരുന്നു. ഇപ്പോൾ കാപ്പി പ്രൊഡക്ഷൻസുമായി ചേർന്ന് സിനിമാ മേഖലയിലും നല്ല ചില വർക്കുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാസ്റ്റിങ്ങിൽ ഒരു 3-3.5 വയസ്സുള്ള ഒരു കുട്ടി, ഒരു നല്ല ചുരുണ്ട മുടിയൊക്കെ ഉള്ള നല്ല വിടർന്ന കണ്ണുകളൊക്കെ ഉള്ള ഒരു കുട്ടി വേണം എന്നായിരുന്നു റൈറ്റർ അതിനകത്ത് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് ഇനിഷ്യലി നമ്മൾ ട്രഡീഷണൽ മെത്തേഡിലൊക്കെ പോയി നമുക്ക് കറക്റ്റായിട്ട് റൈറ്ററുടെ മനസ്സിലുള്ള ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റർ പറയുന്ന സ്പെസിഫിക്കേഷനിലുള്ള അല്ലെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു കുട്ടിയെ നമ്മളും നമ്മുടെ AI ടീമും കൂടി ഇരുന്ന് AI വെച്ചിട്ട് നമ്മൾ ആ കുട്ടിയുടെ ഒരു വിഷ്വലി ജനറേറ്റ് ചെയ്തു. എന്നിട്ട് ആ വിഷ്വല് നമ്മൾ പ്രൊഡക്ഷൻ ടീമിന് കൊടുത്ത് അവരത് വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ളൊരു കാസ്റ്റിനെ ഒരു ആക്ട്രസ് ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു, ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു. അവിടെ നിന്ന് മുതലാണ് നമ്മൾ ടെക്നോളജി സിനിമയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ഈ അമ്മ എന്നുള്ളൊരു മൂവിക്ക് അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു ഗെയിം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് ആ പേരിലുള്ള ഒരു പുതുമ തന്നെയായിരുന്നു. സോ ഈ എന്നുള്ളൊരു വേർഡിനെ എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്തെടുക്കാം, സോ അതിൻ്റെ അകത്തൊരു ഗെയിം എന്ന് പറയുമ്പോൾ ഒരു ഫൺ എലമെൻറ്റ് കൊണ്ടുവരിക, ഒരു എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരിക. സോ അങ്ങനെ ആലോചിച്ചിട്ട് വന്നപ്പോൾ ഉള്ളൊരു ഐഡിയ ആയിരുന്നു ഞങ്ങളുടെ ഈ പസിൽ ഗെയിം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ മെയിൻ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോക്ക് എങ്ങനെ നമുക്ക് എഴുതാം, ബട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഐറ്റംസും കൂടി ആഡ് ചെയ്യണം. സോ നമ്മൾ പണ്ട് കുഞ്ഞുനാളിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു മേസ് ബോൾ ഗെയിമുണ്ട്. സോ അതാണ് ഞങ്ങളുടെ ബേസിക് ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു അമ്മ എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ അണിയർ പ്രവർത്തകർ എല്ലാവരും ടെക്നോളജി ഫീൽഡായിട്ട് റിലേറ്റ് ഉള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എങ്ങനെ ടെക്നോളജീനെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഈ ഒരു ഡീകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി വെച്ച് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ഈ എല്ലാ മൂവി പോസ്റ്റേഴ്സിലും ഒരു QR കോഡ് ഉണ്ടാകും. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഈ ഒരു മൂവി പോസ്റ്ററിൻ്റെ ഒരു മോഷൻ പിക്ചർ കാണാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നതോടെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രിഗറായി വന്നിട്ട് നമുക്കിതിൻ്റെ ഒരു മോഷൻ പോസ്റ്റർ കാണാൻ പറ്റുന്നതാണ്. അമ്മ മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ട്രാവൻകൂർ അനലിറ്റിക്സ് ഡെവലപ്പ് ചെയ്തൊരു വെബ് ആപ്ലിക്കേഷനാണ് വിഷ് ടിക്കറ്റ്. ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളാണ്. പ്രേക്ഷകർ ഈ മൂവി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് കാണാൻ ആഗ്രഹിക്കുന്നു, എവിടെ വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രിയപ്പെട്ട തിയേറ്റർ, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള തിയേറ്റർ എവിടെ വെച്ചാണോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളെ അറിയിക്കുക. അതിനൊരു പ്ലാറ്റ്ഫോമാണ് വിഷ് ടിക്കറ്റ്. ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് ആഡ് ഫ്രീ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഇമെയിൽ ഐഡിയോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ടോ ഈ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാം. എന്നാണ് നിങ്ങൾ മൂവി കാണാൻ ആഗ്രഹിക്കുന്നത്, ഏത് തിയേറ്ററിൽ നിന്നാണ് ഈ മൂവി കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് 5 ടിക്കറ്റ് വരെ വിഷ് ചെയ്യാവുന്നതാണ്. ഒരു ടീസറിൻ്റെ ലിങ്ക് വേണം, അല്ലെങ്കിൽ റിലീസ് ഡേറ്റ് എന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു സിനിമ എന്നാണ് റിലീസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റിപ്ലൈ തരുന്ന ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിനെ പോലത്തെ ഒരാളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു വെർച്വൽ ഹ്യൂമൻ ബീങ്ങിനെ പോലെ ഒരാളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നൊരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ചെയ്തു. അപ്പം ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാൻ ചെയ്തപ്പോൾ നമ്മളിത് എവിടെയാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നമുക്ക് എവിടെയാണ് ഇത് ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്ത് ഫൈനലി പബ്ലിക്കിന് നമുക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നൊരു ചിന്ത വീണ്ടും വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം യൂസേഴ്സ് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് ആയിരിക്കും. അപ്പോൾ വാട്സപ്പ് നമുക്ക് ആദ്യം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത സമയത്ത് അവിടെ ഒരു വന്നിരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫോൺ നമ്പേഴ്സ് നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചാറ്റ് ബോട്ട് നമ്പർ സേവ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് വേണം നമ്മൾ സംസാരിച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ ഫോൺ നമ്പർ നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ ഫോൺ നമ്പർ സേവ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാം തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട്, ഇൻസ്റ്റാഗ്രാമാകുമ്പോൾ ഓൾറെഡി സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു പേജുണ്ട്, അമ്മ മൂവി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ ആ പേജുമായിട്ട് നമ്മൾ ചാറ്റ് ബോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തു
അപ്പോൾ ആ ചാറ്റ് ബോട്ട് നമുക്ക് ആ പേജിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ബോട്ടിൻ്റെ ആക്സസ് കിട്ടും. സോ നമുക്ക് യൂസേഴ്സ് നോർമലായിട്ട് ഒരു ഹ്യൂമനോട് സംസാരിക്കുന്ന പോലെ ചാറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ചാറ്റ് ബോർഡ് തിരിച്ച് മറുപടി ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ വൺ ഓഫ് ദി ലീഡ് ക്യാരക്ടേഴ്സിന് സ്ക്രിപ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ള ടൈം വളരെ കുറവായിരുന്നു. അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു ഐഡിയ പെട്ടെന്ന് തോന്നിയത്, നമുക്ക് ഞാനൊരു ടീമിനെ വിളിച്ചു, അജയ് എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് ചോദിച്ചു, നമുക്കൊരു കൺസെപ്റ്റ് പറഞ്ഞു. അതായത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ ഓരോ സ്ക്രിപ്റ്റിലുള്ള ഓരോ ഡയലോഗ്, നമുക്ക് ഓരോ സ്ക്രീനിൽ ഓരോ ഡയലോഗ് നമുക്ക് എന്താണ് പറയേണ്ടതെന്നുള്ളത് വ്യൂ ചെയ്യാനും, അതിൻ്റെ താഴെ അതിൻ്റെ മീനിങ്ങും, അതിൻ്റെ താഴെ അതിൻ്റെ ഓഡിയോ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു പ്രൊനൗൺസിയേഷൻ പോലെ ഒരു സ്ക്രീനിൽ കൊണ്ടുവരാനാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ഡയലോഗ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ക്യാരക്ടറിന് വേണമെങ്കിൽ അടുത്തടുത്ത ഡയലോഗ്സ് സ്വൈപ്പ് ചെയ്ത് വായിച്ച് പ്ലേ ചെയ്ത് കേട്ട് മനസ്സിലാക്കി അതുപോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഐഡിയ സംസാരിച്ചു. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയ ഒരു ദിവസം കൊണ്ട് നമ്മളത് ചെയ്ത് ജസ്റ്റ് ഡെമോ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റി. അത് ഈ മൂവിയിൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിട്ട് തോന്നി. അതാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി.